ഈശോയുടെ തിരുഹൃദയ വണക്കം 16-ാം തീയതി. തിരുഹൃദയവും ദമ്പതികളും. കാനായിലെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കുന്ന ഈശോയെ സുവിശേഷകനായ യോഹന്നാൻ അവതരിപ്പിക്കുന്നുണ്ട്. നവദമ്പതികൾക്കുണ്ടായ പ്രതിസന്ധി തരണം ചെയ്യാൻ മാതാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം രംഗത്തുവരുന്ന ഈശോ വെള്ളം വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തി. തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയായിരുന്നു അത്. കുഞ്ഞുങ്ങൾ എൻ്റെ പക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ നിങ്ങൾ തടയരുത് എന്ന് കൽപ്പിച്ച് ഈശോ ശിശുക്കളുടെ ജന്മവിനാഴിക മുതൽ അവരെ സർവപ്രകാരേണയും പരിരക്ഷിക്കാൻ ദമ്പതികളോട് ആവശ്യപ്പെടുന്നുണ്ട്. ദമ്പതികളുടെ രണ്ട് ഹൃദയങ്ങൾ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും മറ്റും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നുയരുന്ന സ്നേഹജ്വാലയോടൊപ്പം ജ്വലിക്കേണ്ടതാണ്. ദമ്പതികൾ ശ്രദ്ധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ വിവാഹ വിരുന്നിൽ ഒരു അത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് ദമ്പതികളോടുള്ള അനുകമ്പയും സ്നേഹവും പ്രകടിപ്പിച്ച ഈശോയുടെ തിരുഹൃദയമേ, ലോകമെങ്ങുമുള്ള ദമ്പതികളെ അനുഗ്രഹിക്കണമേ. എല്ലായ്പ്പോഴും തിരുഹിതമറിഞ്ഞ് ജീവിതം ക്രമവൽക്കരിക്കുന്നതിനാവശ്യമായ കൃപാവരം ദമ്പതികൾക്ക് നൽകണമേ. മനുഷ്യജീവന്റെ അമൂല്യത ഗ്രഹിച്ച് ജനന നിമിഷം മുതൽ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു വളർത്തുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. സുഹൃതജപം. ഈശോയുടെ ദിവ്യഹൃദയമേ, ലോകമെങ്ങുമുള്ള ദമ്പതികളെ അനുഗ്രഹിക്കണമേ.